ഹേ ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ അച്ഛൻ്റെ കുടുംബ വീട്ടിലോട്ട് കയറുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ആള് താമസം ഇല്ല. അച്ഛൻ്റെ ഗായ്സ് പുളിമരത്തിൽ കയറാൻ വേണ്ടി പോകുന്നു. ഞാൻ ഇവിടെ ഇരിക്കാൻ പോണു. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോ, രാവിലെ അല്ല കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റ് വന്നപ്പോ പതിവില്ലാതെ മൃദുല അടുക്കളയിൽ. ഞാൻ 8 മണിക്ക് കയറി. ഇതൊക്കെ നീ ഉണ്ടാക്കിയതാ? ഇഡലി സാമ്പാറൊക്കെ? ഞാൻ പാത്രമൊക്കെ കഴിച്ചു. പിന്നെ മീൻ വറക്കാൻ. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച അതേ ഇതായിരുന്നു. മൃദുലെ അമ്മ ഇവിടെ എല്ലാവരുടെയും മത്സരിച്ചിരുന്ന് പുളി കുത്തുന്നു. ഗൈസ്, പുളി ഇരിക്കുന്ന കണ്ടോ എൻ്റെ സുഹൃത്തുക്കൾ, ഒരു രക്ഷയില്ല. അമ്മ ഇപ്പൊ പുളിക്കൊക്കെ എന്ത് വില അമ്മ? എത്ര രൂപ? 100 രൂപ. അതുമല്ല നമുക്ക് നല്ല പുളി കിട്ടത്തുമില്ല അല്ലേ? മറ്റേത് ചവിട്ടി അരച്ച് തമിഴ്നാട് പുളിയല്ലേ, വൃത്തി. ഇത് നല്ല നാടൻ പുളി. ഗൈസ്, അമ്മയുടെ വീട്ടിൽ പോയി കുടുംബ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നല്ലോ. അപ്പൊ അച്ഛന്റെ കുടുംബ വീട്ടിൽ നമ്മൾ പോയിട്ടില്ല, അതുപോലെ മൃദുല കണ്ടിട്ടുമില്ല. അപ്പം അവിടുന്നാണ് പുളി വരുന്നത്. മീൻസ് നമ്മുടെ വീട്ടിലെന്നല്ല, അച്ഛന്റെ കുടുംബ വീട്ടിൽ നമ്മളിപ്പോ വീഡിയോ എടുത്തിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. അവിടെ മൃദുലയും പോയിട്ടില്ലല്ലോ. മൃദുലേ രാത്രി പോയി, പക്ഷെ നല്ലപോലെ കാണാൻ പറ്റില്ല. വീട്ടിൽ പോയില്ല, കുടുംബ വീട്ടിൽ പോയിട്ടില്ല മൃദുല. ഇപ്പം അവിടെ ആരും താമസമൊന്നുമില്ല, കാട് കയറി കിടക്കുക. അതെ, ഇനി അമ്മയുടെ ആണ്ടൊക്കെ ആവാറായി. അപ്പോഴാണ് ഇനി പോകുന്നത്. മംഗലത്തിലാക്കി ഉപ്പും വാരിയിട്ട് ഇനി ഇതിന്റെ മേൽഭാഗം ഇങ്ങനെ കെട്ടി ഉപ്പ് വാരിയിടുന്നതിനാ പന്നലാവത്തില്ല, കറക്കും. പുളിയുടെ ഈ നാര് കളയത്തില്ല കേട്ടോ. ഇത് നമ്മൾ എടുത്ത് ഉപ്പിട്ട് വെക്കും. കാര്യം വെച്ചാൽ പിന്നെ രസമൊക്കെ വെക്കാൻ നേരത്തെ ഇത് മതി. ഇതിൽ തന്നെ പുളിയുണ്ട്, ഇത് കളയരുത്. ഈ സാധനം കളയുന്നില്ലല്ലേ? എല്ലാം ഉപയോഗിക്കാം. ഇത് ഈ കുരു പൊടിച്ചിട്ടാണ് കന്നാലിക്ക് പുളിയരി എന്ന് പറയുന്ന സാധനമല്ലേ ഉപയോഗിച്ചു കൊടുക്കുന്നത്. ഇത് പണ്ട് കളങ്ങാട്ടത്തെ അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ഇതുണക്ക് പുളിയൊക്കെ കുത്തിയിട്ട് അടി വെച്ചിട്ട് മംഗലത്തിന്റെ തുണി വെച്ചൊക്കെ കെട്ടി വെക്കുന്നത് എനിക്കറിയാം. കളങ്ങാട്ട് അച്ഛനും അമ്മയ്ക്കും ഇത് തന്നെയായിരുന്നു പറയും. എടീ, നാടൻ പുളിയല്ലേ ഇത്? അമ്മയുടെ സ്ഥിരം മേടിക്കുന്ന പുളിക്കാരുണ്ട് ഇപ്പോഴും. അവർക്ക് ഒരു വർഷത്തേക്ക് അത് മതി. പിറ്റേ വർഷം ആകുമ്പോഴത്തേക്ക് പിടിക്കുമ്പോ ഞങ്ങളുടെ അവിടെ കൂടുതലും വെക്കുന്ന പാക്ക്, പറങ്ങാണ്ടി. പക്ഷെ ഇങ്ങനെ പുളി ഉള്ളതായിട്ട് ഞാൻ കേട്ടു. എനിവേ, ഇത് നമ്മുടെ നല്ല അടിപൊളി നാടൻ പുളി. ഇതെനിക്ക് തോന്നുന്നു എനിക്ക് 2 കൊല്ലത്തേക്കുള്ള പുളിനകത്തുണ്ട് അല്ലേ? 2 കൊല്ലം അല്ലല്ലേ? നമ്മളെന്തായാലും ഇത് വിൽക്കുന്നില്ല ഗൈസ്. കാരണം ഇത്രയും നല്ല സാധനം വേറെ കിട്ടത്തില്ല. കാരണം നമുക്ക് രസം വെക്കാനും സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്നില്ലേ? സാമ്പാറിനെടുക്കും, രസം, ഇഞ്ചിക്കറി അങ്ങനെയുള്ളതിനൊക്കെ. മീൻകറിക്ക് മറ്റേ പുളിയായിരുന്നു. നമ്മള് നേരെ ഇനി കുടുംബ വീട്ടിലോട്ട് പോവാണ്. ആക്ച്വലി ഞാനും പോയിട്ട് കുറെ നാളായി. അച്ഛനൊക്കെ ഈ ഇടയ്ക്കൊക്കെ എപ്പോഴും ഈ പുളിയുടെ കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു. മൃദുല ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അവർക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ ഇനി നമ്മുടെ അച്ഛൻ്റെ കുടുംബ വീട്ടിലോട്ട് പോകും. അച്ഛൻ്റെ കുടുംബ വീടിൻ്റെ സ്ഥലത്ത് പേര് കളങ്ങാട് എന്നാണ് കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. നമ്മളിന്ന് അച്ഛൻ്റെ വീട്ടിൽ പുളി പറിക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ്റെ വീട്ടിൽ പുളികൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയല്ലേ വെച്ചാൽ വിളഞ്ഞിട്ട് അത് നമ്മളിന്ന് പറിച്ച് ഇന്ന് നമ്മള് സെറ്റാക്കി കുറെയൊക്കെ പറിച്ചില്ലേ. നമ്മള് ഭയങ്കര ബിസിനസ്, പുളി ബിസിനസ്. വലിയ കച്ചവടം. എത്ര രൂപ? 1 കിലോ 400 രൂപ 500 രൂപ 300 രൂപ കണ്ടോന്നില്ലേ? ഭയങ്കര ബിസിനസ്സാ. അതുമല്ലടാ, അച്ഛന്റെ ഓർമ്മയിലോട്ട് നമ്മളൊന്ന് പോവാ. പഴയ വീട്, പഴയ പുളി, പഴയ അച്ഛൻ. അതെ, പഴയ വീട്. അച്ഛൻ എന്തെങ്കിലും അയവറൊക്കെ പുളി അവിടെ പോയി പറിക്കണോടാ. മരത്തിൽ കയറി പറിക്കണോ? അച്ഛൻ കുലുക്കിട്ടാ എനിക്ക് കയറാൻ അറിഞ്ഞൂടാ. നമ്മളെ വീട്ടിൽ നിന്ന് അച്ഛന്റെ കുടുംബ വീട്ടിലോട്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോമീറ്റർ പോലും ഇല്ല. അത്രല്ലേ? 1 കിലോമീറ്റർ 1.5 അത്രേ ഉള്ളൂ. വളരെ ദൂരമായിരുന്നു. അടുത്താണ് കേട്ടോ അച്ഛന്റെ കുടുംബ വീട്. അപ്പം നമുക്ക് നേരെ കൊണ്ട് ഇവിടെ ആരും ഇല്ല ഗൈസ്, വീട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് പോകാനുള്ള വഴിയില്ല, വഴിയില്ല, നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. വണ്ടി അതിലേക്ക് ചാടി വേണം പോവാൻ. ഇവിടുന്ന് തൊട്ടടുത്താട്ടോ ഒരു ഇറങ്ങി കഴിഞ്ഞാ അതും പഠിക്കണോ? കൊച്ചു വണ്ടി ഓടിച്ചതിന്റെ ശീലം നമുക്ക് ഇതൊരു മാറിയിട്ടില്ല. ഫസ്റ്റ് കാറ്, പിന്നെ ബൈക്ക്. ഗോവയിൽ കൂടെ ഇങ്ങനെ മറ്റേ വെസ്പയ്ക്കകത്ത് ഇങ്ങനെ ബീച്ചിൽ കൂടെ ഇങ്ങനെ പോകണമെന്ന്. ഇത് ബീച്ചാണെന്ന് വിചാരിച്ചോ? ഇത് ബീച്ചാണെന്ന് വിചാരിച്ചോ? ഇവിടെ വെയിലേ ഇല്ല, തണല്. തണുപ്പുണ്ടല്ലേ? ഒരു രാഗമേഘം രാഗമേഘോടാണ് പട്ടി.
ഗൈസ് നമ്മൾ ഹെൽമെറ്റ് ഇടാതെ നിങ്ങളൊന്നും വിചാരിക്കില്ല, തൊട്ടപ്പുറം വരെ പോയാൽ നമ്മൾ മെയിൻ റോഡിലൊന്നും കയറുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഒന്നും ഇടാതെ ട്രിപ്പിൾസ് അടിച്ചൊക്കെ പോകുന്നത്. ഇതാണ് നമ്മുടെ ജഡായിപ്പാറയുടെ ആ ഒരു സർവീസ് റോഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇത് പണിയാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം ഇതുവഴിയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ജഡായു എർത്ത് സെന്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബാക്കിൽ അവിടെയാണ് നമ്മുടെ ട്രാവലേഴ്സും എല്ലാവരും വരുന്നത് കേട്ടോ. ഹേ ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ അച്ഛൻ്റെ കുടുംബ വീട്ടിലോട്ട് കയറുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ആള് താമസം ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ ആരും ഇല്ല. ഇതാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട്. കാട് മാത്രമേ ഉള്ളൂ ഇല്ലേ ചാ? ഇവിടെ ഒരു തുളസിത്തറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം കാടായി. ഇവിടെ ആയിരുന്നു നമ്മൾ ആദ്യത്തെ വീട്. ഇവിടെ ഇതിട്ടിരിക്കുന്നില്ലേ, ഇവിടെ ഒരു ഓലപ്പുരയായിരുന്നു. എത്ര എന്നൊക്കെ പറഞ്ഞാൽ ആള് താമസം ഇല്ലെങ്കിൽ പെട്ടെന്ന് കാട് കയറും. താമസമൊന്നും ഇല്ലാതെ ഏതാണ്ട് എത്ര കൊല്ലമായി ഒരു എത്ര കൊല്ലമായി? ഒരു 4-5 കൊല്ലമായിട്ട് ഇവിടെ, 4 അല്ല 3 കൊല്ലമായിട്ട് ഇവിടെ, 3-3.5 കൊല്ലത്തോണ്ട് ആളില്ല. ഇങ്ങനെ കേറിയതല്ലേ? തുറന്നങ്ങ് കേറ്, ആരും ഇല്ല. അതിനകത്ത് കുറച്ച് എലികളും പ്രാണികളും പാറ്റകളും മാത്രമേ ഉള്ളൂ. ആരെങ്കിലും വീട് വെച്ചേനെ, പക്ഷെ ഇവിടെ വഴിയില്ലാത്തതുകൊണ്ട് ആരും വെച്ചില്ല. വഴിയില്ല, പിന്നെ അതുമല്ല നമ്മുടെ ഞാൻ വിഷ്വൽ കാണിച്ചാൽ നമ്മുടെ ഒരു ജഡായു റോക്ക് ഉണ്ട്. ഇതിന്റെ മുകളിൽ ജഡായു, നമുക്കറിയാം ജഡായു പറഞ്ഞ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ജഡായു റോക്ക് എന്ന് അടിക്കുമ്പോൾ എല്ലാവരും ജഡായു റോക്ക് എന്ന് അടിക്കും. ജഡായു സെന്ററിന് അടിച്ചാലേ അവിടെ പോകത്തുള്ളൂ. ജഡായു റോക്ക് എന്ന് അടിക്കുമ്പോൾ ഈ ഒരു വഴി കൂടെ ഉള്ള റോഡേ കാണിക്കുന്നത് ഇവിടെ. അപ്പം പക്ഷെ നമുക്ക് പണ്ടൊക്കെ പാസ് ഒന്നും വേണ്ടായിരുന്നല്ലേ. ഇപ്പൊ നമുക്ക് പാസത്തെ പോകാൻ പറ്റും. ഇപ്പൊ എത്ര 400-500 കേബിൾ കാർ വഴിയേ പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുകളിലൊരു ക്ഷേത്രം ഇല്ലേ ചാ? ശ്രീരാമന്റെ ഒരു അമ്പലമുണ്ട്. അപ്പൊ അവിടെ നമുക്ക് വർഷത്തിൽ എന്തോ ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോവാം, ഫ്രീ ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ടിക്കറ്റ് എടുത്താലും അവിടുത്തെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ 550 രൂപ എന്തോ ആണ് ടിക്കറ്റിന്. പക്ഷെ അതിനുള്ള ഒരു സംഭവം അകത്ത് വന്നിട്ടില്ല. വെറുതെ ഇങ്ങനെ പുറത്ത് പോയി നിന്ന് ആ ഒരു ശില്പം കണ്ടിട്ട് വരാന്നേ ഉള്ളൂ. പിന്നെ ഹൈറ്റും ആ കേബിൾ കാറിന്റെ എക്സ്പീരിയൻസും ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഇതാണ് ഗൈസ് പുളി. ഈ വലിയ മുതുക്ക് പുളിയാട്ടോ. ഇതിന്റെ കൊറേയൊക്കെ വെട്ടിക്കളഞ്ഞില്ലേ ചാ? ഇതെല്ലാം പൂവൊക്കെ അങ്ങ് എടുത്ത് വെച്ചാ ഗൈസ്. ഇത് മറ്റേ പോ ചെമ്പകപ്പൂ. മാങ്ങ പൊട്ടിക്കട്ടാ ഇനിയും കൊണ്ടുണ്ട്. ഭയങ്കര മണം കൈസ് ഈ മാങ്ങി, രക്ഷയില്ല കേട്ടോ. ഉപ്പും കൂടി കൊണ്ടുവരാനുള്ളായിരുന്നു കൈസ്. കറ ഇറക്കി നോക്ക്. ഓ മുതുക്ക് പുളി. പുളി ഇല്ലെന്ന് പറഞ്ഞവനാ. ഭയങ്കര പുളി. അച്ചാറിടാ സൂപ്പർ ആയിരിക്കും കേട്ടാ, കിട്ടില്ലായിരിക്കും. അച്ഛൻ്റെ അവിടെ കല്ലൊക്കെ എറിയാൻ പോകുന്ന കേട്ടോ. ഹായ്, എന്താ മിണ്ടാ നിക്കുന്ന? പണ്ട് കൊച്ചിലെ പിള്ളേരൊക്കെ ഓടി വരുമ്പോ പേടിയായിരുന്നു. ഇവിടെ ഇത്രയും സ്ഥലം ഇല്ലായിരുന്നു കേട്ടോ. ഞാനും കൊച്ചൊക്കെ ഇവിടെ അല്ലേ. ഈ മരം ഇതാ ഇത് ഇങ്ങനെ വളഞ്ഞ് നിക്കുവായിരുന്നു. വെള്ളത്തെറ്റി കൊച്ചിലെ ഈ കിണർ കെട്ടിയിട്ടില്ലായിരുന്നു. ഓടി വന്ന് ഒരു പ്രാവശ്യം താഴെ കുഴിയിൽ വീണ്ടുണ്ട്. കാര്യം ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വരുമ്പോ അന്ന് കിണറൊന്നും കെട്ടിയിട്ടില്ല. ഇവനാണോ? യവനായിരുന്നു തോന്നുന്നു. ഇവിടെ താഴെ പണ്ടേ ബുദ്ധിയില്ലായിരുന്നു. കൊച്ചു ഭയങ്കര ഐഡിയപരമായിട്ട് ഈ പടിയൊക്കെ ഇറങ്ങുന്ന. അന്ന് ഈ പടിയൊന്നും ഇല്ല, ഇതൊന്നുമില്ല. അപ്പൊ ഇത്രയും ഇച്ചിരി താഴ്ചയാ, മണ്ണും ഇത്ര ഇട്ടിട്ടില്ല, താഴ്ചയാ. കൊച്ചു അവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടൊക്കെ പെയ്യ അവൻ തിരിഞ്ഞു വന്ന് കാലം കുത്തും. നമ്മൾ എത്ര വയസ്സ് വരെ ഇവിടെ നിന്നിട്ടുണ്ട്? കൊച്ചിനൊരു 2 വയസ്സ് വരെ. 2 വയസ്സ് വരെ. നിനക്കൊരു 3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും. എനിക്ക് നമുക്കൊന്നും ഓർമ്മയൊന്നുമില്ല. നമ്മളപ്പോഴത്തേക്കും നമുക്ക് ഓർമ്മയുള്ളത് നമ്മുടെ വീട്ടിലെ അവിടെ എനിക്ക് എത്ര വയസ്സുള്ളപ്പോഴും നമ്മൾ പുതിയൊരു 3 വയസ്സുള്ളപ്പോ ഇവന് 2 വയസ്സുള്ളപ്പോ എനിക്ക് 3 അവന് 2 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ പുതിയൊരു പ്രോപ്പർട്ടി നമ്മളവിടെ വാങ്ങി പിന്നെ അങ്ങോട്ട് പോയത്. ഈ കിണറൊക്കെ ഇപ്പൊ റീസെന്റ് എലിച്ച കെട്ടിയത് ഇങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നല്ലേ? കുഴിയുണ്ടാ? സാധാ കിണറായിരുന്നു. ഇറങ്ങി നോക്ക്. മണ്ണ് വെച്ച് വിട്ട പോലെ ഇരിക്കും. ഒരു പ്രേതപ്പടം എടുക്കാൻ പറ്റിയ ആംബിയൻസ്. എക്കോ ഇല്ല. പിന്നെ ദാണ്ട ഗൈസ് പഴയ ഒരള്. ഇതിന് ഒരളെന്നല്ലേ പറയുന്ന? ആട്ടുകല്ല് എല്ലാം ഉണ്ട് ഗൈസ്. അതിൽ എങ്ങനെയുണ്ട് അച്ഛൻ്റെ കുടുംബ വീട്? പുളി നിൽക്കുന്നുണ്ടോ ഗൈസ്?
ഇതേ കണക്ക് ഇങ്ങനെ വളഞ്ഞ് പുളി നിൽപ്പുണ്ട് കേട്ടോ എല്ലായിടത്തും. ഇനി ഇത് പറിച്ചിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കണം. ഉണക്കിയിട്ട് ഇങ്ങനെ കുത്തി എടുക്കണം. തേൻപുളിയാ. തേൻപുളിയാ? ആന്തരി പുളി, തേൻപുളി. പിന്നെ അറിഞ്ഞത് ഒരു വീട്ടിൽ ഉപ്പൂടെ ഉണ്ടായിരുന്ന പുളിയായിരുന്നു, ഉപ്പില്ല. മഞ്ഞൾ പിഴുകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതാരും നട്ടു വെച്ചതൊന്നുമല്ല, ഇവിടെ കിടന്ന് വീണ് കിളിക്കുന്നതാണ്. ഇത് മഞ്ഞളാടാ. ആ ഇത് പേര് മാത്രമല്ലേ ഉള്ളൂ, മഞ്ഞളില്ലല്ലേ? ഇത് വേറെന്തരോ മഞ്ഞളല്ല. എവളാ പറഞ്ഞ മഞ്ഞളാന്ന്? ഇതിന്റെ മണ്ടേ കയറാലേ. കൊച്ചു തേനെ മോളിൽ കയറുന്നുണ്ട്. ഓടി കളിക്കല്ലേ. എനിക്ക് പേടിയാവുന്നു. എനിക്കും പേടിയാവുന്നു. ഹായ്, ഞാൻ ഇവിടെ ഇരിക്കാൻ പോണു. എന്തരാ അവിടെ ഇരി. ഗൈസ് നിക്കുമ്പോ ആടുന്നു, അതുകൊണ്ട് ഇരിക്കാം. നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ഞങ്ങളെല്ലാരും ഇവിടെ ഇരിക്കുക കേട്ടോ. ഇവ എന്തരാ കക്കൂസി പോണോ എനക്ക്? ഏയ്ച്ച് പോടെ, ഇവനെ കേറ്റണ്ടായിരുന്നു ഇതിനകത്ത്. പേടി തൂറികൾക്കൊന്നും പറഞ്ഞിട്ടുള്ളല്ല ഹൈറ്റ്. നമ്മൾ എന്ത് ഹൈറ്റിലാന്ന് നോക്ക് സുഹൃത്തുക്കളെ. എടാ ഞാനേ ഈ വള്ളി കൂടെ തൂങ്ങി കറങ്ങി പോയാലോ? പോ, നീ രക്ഷപ്പെട്ടു പോ. ബലം ഉണ്ടോ? എന്തിനാ പോണു? അച്ഛന് കേറി രണ്ട് മുണ്ടിന് തക്കോടിയൊക്കെ അയച്ചിട്ടിട്ട് കേറ്. അതാ അതാ നല്ല കുട്ടിയായിട്ട് അടിച്ചിട്. അതും പുളിമരത്തിൽ കേറുമ്പോഴേ അടിച്ചിട്ടുണ്ടാ കേട്ടാ. ഗായ്സ്, അപ്പോൾ നമ്മളിത് കുറേ നേരം ഇവിടെയൊക്കെ വന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ എല്ലാത്തിലൊക്കെ ചാടി കയറി ചുറ്റും നടന്നിട്ട് മാങ്ങയൊക്കെ പിച്ചി തിന്ന് അത് കഴിഞ്ഞ് അച്ഛൻ്റെ പുളി പറിക്കാൻ വേണ്ടിയിട്ട് ഏണിയും കൊണ്ടുവച്ചു കേട്ടോ. ഈ വീട്ടിലല്ലേ വന്ന കല്യാണം? വീട്ടിലെ യഥാർത്ഥത്തിൽ വഴി ഇതുകൊണ്ട് ഇതാണ്. അതിലെ ഇങ്ങനെ പോയി അക്കരെ റോഡ്. ഇതുവഴി ഇങ്ങനെ ഇടവഴി പോയിട്ട് ഇത് അങ്ങ് പോകുമ്പം അവിടെ റോഡുണ്ട് കേട്ടോ. അതാണ് വഴി യഥാർത്ഥത്തിൽ. അത്രയും നടന്നു വരണം. അവ കല്യാണം കഴിച്ച് അതിലേ നടന്നാണ് വരുന്നത്. വന്ന് ഉമ്മാമ്മയുണ്ട്, ഉമ്മാമ്മയുടെ വീട്ടില് ആ സ്റ്റെപ്പിലാണ് നമ്മൾ ഇരുന്നത്. കാര്യം ഇവിടെ വിളക്ക് കത്തിക്കുന്ന ഈ വിളിച്ചു കയറ്റുന്ന സമയമുണ്ട്. വിളിച്ചു കയറ്റില്ലേ വീട്ടിലോട്ട്. ഞാൻ ഇവിടെ എന്തെങ്കിലും നോക്കും, വരുന്നോ ഈ പടി ഇവിടെ ഇരുന്നാണ്ട് അക്കരെ റോഡ് കാണാം. ഇത്രയും മരങ്ങളൊന്നും മരങ്ങളൊന്നും ഫോണും ഇല്ല, വിളിച്ച് വരുന്നു എവിടെ ചോദിക്കും, ഇങ്ങനെ നോക്കിയിരിക്കണം. വേറൊരു ഫീലായില്ലേ? ഇതിലെയാണ് ഞാൻ അന്ന് കേരള ലോറി ഓടിച്ചോണ്ടിരിക്കുമ്പോ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് വന്ന് അക്കരെ സാധനം കൊണ്ടുവരും. സാധനം കൊണ്ടുവരുമ്പോ അപ്പൊ അവിടെ അക്കരെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോഴേ അറിയൂ. അല്ല ഫോൺ അങ്ങനെ വിളിച്ചു പറയാനുള്ള സൗകര്യമൊന്നുമില്ല. വിളിച്ചു വരുമ്പോ അമ്മ ഇവിടുന്ന് ഓടി അക്കരെ ഓടി വരും. ഞാൻ ചോദിച്ചേ, ഈ ഒരു വീട്ടിൽ എത്ര മെമ്പർ ഉണ്ടായിരുന്നു? നിങ്ങൾ ഏറ്റവും കൂടുതൽ എത്ര പേര് ചേർന്ന ഈ ഒരു വീട്ടിൽ നിന്നിരുന്നത്? 7-10 പേരുണ്ടായിരുന്നു. 10 പേര് ഈ വീട്ടില് എങ്ങനെ കിടക്കും? മുറിയണ്ടേ ഉള്ളൂ, 2 ചെറിയ മുറിയിലേ ഉള്ളൂ. 2 റൂമേ ഉള്ളൂ. 10 പേര് 2 മുറി. അയ്യോ. അതുണ്ടോ കടന്തൽ കൂടം കണ്ട തേനീച്ച. അയ്യോ, കടന്തല. സത്യം കേട്ടോ, കടന്തല. ഇടി കടന്തലുണ്ട് കേട്ടാ. അച്ഛൻ്റെ ഗൈസ് പുളിമരത്തിൽ കയറാൻ വേണ്ടി പോകുന്നു. മൃദുല കുഴിയാനെ തോന്നുന്നു കേട്ടോ. ഇങ്ങനെ പറയല്ലോ, കുഴിയാനെ വാ, കുഴിയാനെ വാണോ. കുഴിയാനെ ഈ ബട്ടർഫ്ലൈയുടെ ലാർവയല്ലേ? അച്ഛൻ മേളിലെത്തി കേട്ടോ. എന്റെ കുഞ്ഞു അച്ഛൻ ഇങ്ങനെ കേറുമ്പോ അമ്മയ്ക്ക് താഴേന്ന് ഭയങ്കര ടെൻഷനാ. അമ്മ പറയും അത് ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ഇങ്ങനെ കേറുമ്പോ അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. അമ്മനെ താഴേന്ന് ഇങ്ങനെ അച്ഛനെ വഴക്ക് പറഞ്ഞോണ്ടേ കണ്ടാ. അച്ഛൻ മതി അച്ഛാ. അതാ അച്ഛൻ കുണ്ടളപ്പുഴയാണ് കയറി പോകുന്നത്. കയ്യിൽ മാത്രം കാണാം. എനിക്കും പേടിയാവുന്നത് കണ്ടിട്ട്. അച്ഛൻ ഇത്രയും ടോപ്പിൽ കയറണ്ടായിരുന്നു. എൻ്റെ ആ പൊന്നു കായ്സ്, വീഴൊക്കെ കണ്ടോ? ചാറമറ വീഴുന്നുണ്ടോ കായ്സ്? കണ്ടോ? ഇതാണ് സാധനം, മഴ പോലെ പുളി. മഴപ്പുളി ഒന്നുകൂടി കുളിക്കച്ചാ. യെസ് 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 യെസ്.
വേണ്ട ഗൈസ്, വേണ്ട. ഈ തറയിൽ മൊത്തം കിടപ്പുണ്ട് കേട്ടോ. തല വീണിട്ട് കുഴപ്പമില്ല. അയ്യോ ശരിയാ ഗൈസ്, തലയിൽ വീഴും. ഒരെണ്ണം പൊട്ടിച്ച് തിന്നടാ. കണ്ട ഗൈസ്, അമ്മയുടെ തല ഒരു പച്ചപ്പുളി അറിയുവാ അയ്യോ ചാറ മൃദുലെ മാറിയവരെ ജീവൻ വേണോ? ഏതാ ഗൈസ്? ഇതാണ്ട് ഈ ഒരു പുളിയാണ് അമ്മയുടെ നെറ്റി ഉച്ച നെറ്റിക്ക് വീണ് ചതഞ്ഞു പോയി. ഇത് ഗൈസ് പച്ചപ്പുളി കേട്ടോ. സ്കൂളിൽ പോകുമ്പോ സ്കൂൾ വിട്ട് ഓടുന്ന ഇതിന് കുലുക്കുന്നു. ഇത് ഉപ്പിനോട് കിട്ടുന്ന സൂപ്പറാണാ. ഭയങ്കര പുളിയല്ലേ? എക്സ്പ്രസ് നാരകൊന്നും ഏതെത്തില്ല. മാരിപ്പുളി ഗൈസ്. അപ്പം അച്ഛൻ്റെ മേളിൽ കയറിയിട്ട് പുളിയൊക്കെ കുലുക്കിയിട്ടിട്ട് ഇറങ്ങി വന്നോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ താഴെ വീണ പുളിയെല്ലാം ഞാനും അമ്മയും നമ്മളെല്ലാം കൂടി ചേർന്ന് പെട്ടെന്ന് ടക്കിന് പറക്കിയിട്ടായിട്ട് നമുക്ക് നേരെ പോവാം അല്ലേ വെച്ചു? ഓക്കെ, അപ്പൊ നമുക്ക് പറക്കാം, ഹെൽപ്പ് ചെയ്യാം ഗൈസ്. മസിലാ എനിക്ക് പകുതിയായപ്പോഴേ തോന്നി ഒരു കുലുക്കിന് ഒരു പവർ ഇല്ലാത്ത ഇടക്ക് തോന്നി. ഈ ഏജിലും നമ്മ കൊണ്ട് പറ്റത്തില്ല കയറാൻ. ഈ ഏജിലും കേറുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മരത്തിൽ കയറാൻ പേടി. കേറുമ്പം കാണുമ്പോ അറിഞ്ഞൂടെ. ശ്വാസം മുട്ടൊന്നുമില്ല, ഈ മസിൽ പിടിക്കും. പിന്നെ വയറും കൂടെ ഉള്ളതുകൊണ്ട് മരത്തിൽ കേറാൻ പാടായിരിക്കും. ഒരേയും ഒരാള് കുട്ടിയാളും കൂടി ഉണ്ട് പുളി പറക്കാനായിട്ട്. അയ്യോ ഈ ഒരു ബക്കറ്റിന്റെ ഒരു പകുതി പോർഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അച്ഛാ ആണ്ട് ഈ സൈഡ് ഇനി നിൽക്കോട്ടെ കേട്ടാ. പക്ഷെ അങ്ങനെ കേറാനായിട്ട് കട്ടിയില്ല ഗൈസ്, കേറാൻ പാടാണ് ഗൈസ്. അപ്പൊ നമ്മള് പുളിയൊക്കെ പറിച്ചതിന് ശേഷം നമ്മൾ നേരെ ജംഗ്ഷനിലോട്ട് ഇറങ്ങി നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. ഹേ ഗായ്സ്, അപ്പം നമ്മുടെ അച്ഛൻ്റെ കുടുംബ വീട്ടിലൊക്കെ പോയിട്ട് നമ്മളിത് പുളിയൊക്കെ പറിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. മാങ്ങയും പറിച്ച് പുളിയും പറിച്ച് ഇനി അച്ചാറും ഇടാം. ഇനി എനിക്കൊന്ന് 2-3 കൊല്ലത്തിനുള്ള പുളി നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പൊ എനിവേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അച്ഛൻ്റെ കുടുംബ വീട്? എല്ലാം കാടൊക്കെ കയറി കിടക്കുകയാണ് ഗൈസ്. അവിടെ വേറെ ആൾതാമസവും ഇല്ല, അതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും ചെല്ലാൻ വേണ്ടിയിട്ട് വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരും അതുകൊണ്ട് വേറെ ഒന്നും ഇല്ലേ കമന്റ് ചെയ്യരുത്. അങ്ങനെ വൃത്തിയില്ല കിടക്കും. മക്കളെല്ലാം റോഡ് സൈഡിന് വണ്ടി ഇടുന്ന സ്ഥലം വാങ്ങി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. അതെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് വഴിയില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീടൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ മൃദുലെ ഫസ്റ്റ് ടൈമാണ് അച്ഛൻ്റെ നമ്മളെ ആ കുടുംബ വീടിന്റെ അടുത്ത് തന്നെയാണ് അച്ഛൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും താമസിക്കുന്നത്. അപ്പം മൃദുലെ ഇന്ന് ആദ്യമായിട്ടല്ലേ കാണുന്നില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയുള്ള ബ്രെഡ് അതേ അവിടുന്ന് മാങ്ങ പറിച്ചോണ്ട് നിൽക്കുകയാണ് അമ്മ. ഓയ്യോ, അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് തല തന്നെ വന്ന് വീണ്. സ്വന്തം തോട്ട വെച്ച് മാങ്ങ കുറച്ച് സ്വന്തം തലയിടുന്നടാ. മതി വാ പോവാ.